നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കേരളത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രോഗമാണ് ഇപ്പോൾ ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നത്. കോവിഡ് വന്നു, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ക്വാറന്റൈനും അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും മലയാളികൾ ശീലിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ഭാഗത്തൊക്കെ നിപ്പ വൈറസ് പിടിപെട്ടപ്പോഴും ഇതേ ആശങ്ക തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായത്. ഇപ്പോൾ മലബാറിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക കൂട്ടുന്നത്. ഒന്നോ രണ്ടോ കേസുകളല്ല, ഇപ്പോൾ നിരവധി കേസുകളാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഏറെ ആശങ്കയിലാണ്. താമരശ്ശേരി ആനപ്പുറപ്പായിൽ സനൂപിന്റെ മകൾ 9 വയസ്സുള്ള അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു വ്യാഴാഴ്ച മരിച്ചിരുന്നു. അനയുടെ സഹോദരനായ 7 വയസ്സുകാരനും പിന്നീട് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള രോഗമെന്ന നിലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രത്യേക ജാഗ്രതയോടെയാണ് ലോകം കാണാറുള്ളത്. കേരളത്തിൽ ഈ രോഗത്തെ നേരിടുന്നതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ രോഗം കൂടുതൽ പേരിൽ കാണുന്നത് ആശങ്കയാകുന്നു എന്നതാണ് വസ്തുത. ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്നതാണ് ഈ രോഗം. എന്നാൽ കേരളത്തിൽ കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്നു എന്നതാണ് ഇതിനെതിരെ അതീവ ജാഗ്രത ആവശ്യമാക്കുന്നത്. ഇതൊരു പകർച്ചവ്യാധിയല്ല, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്ന ഭീതിയും ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുവഴിയാണ് ഈ രോഗം എല്ലാവരിലേക്കും എത്തുന്നത്. കേരളത്തിൽ ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2016 അതും ആലപ്പുഴയിലാണ് മസ്തിഷ്ക ജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് കേരളം നേരിടുന്ന പുതിയ ഭീഷണിയായി അമീബിക് മസ്തിഷ്ക ജ്വരം മാറുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അമീബയുള്ള വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ മൂക്കിലൂടെ അത് ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 പേരാണ് ചികിത്സയിലുള്ളത്. കോഴിക്കോട് സ്വദേശികളായ 3 പേരും മലപ്പുറത്തെ 2 പേരുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണ്. സംസ്ഥാനത്ത് ആകെ രോഗലക്ഷണങ്ങൾ ഉള്ളവരായി 24 പേരുണ്ട്. 2024 36 പേർക്കാണ് രോഗമുണ്ടായത്. ഇതിൽ 9 പേർ മരിച്ചിരുന്നു. 2023 2 പേർക്കായിരുന്നു രോഗം, 2 പേരും മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനവും പരിശോധനകൾ വർദ്ധിച്ചതും ഉൾപ്പെടെ കാരണമെന്ന വിലയിരുത്തൽ സജീവമാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിൽ ആരോഗ്യ വകുപ്പിന് ആശങ്കയുണ്ട്. കൃത്യമായി ഉറവിടം മനസ്സിലാവാത്തതാണ് ആശങ്കയ്ക്ക് കാരണം. ഉറവിടം വ്യക്തമാവാൻ രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗമുണ്ടായതെന്ന നിഗമനമാണ് ആരോഗ്യ വകുപ്പിനുള്ളത്. 3 കോഴിക്കോട് സ്വദേശികൾ കൂടി മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട്. എന്നാൽ രോഗത്തിന്റെ ഉറവിടം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇവരുടെ സാമ്പിളുകൾ ശേഖരിച്ചുവെങ്കിലും പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗമുണ്ടായതെന്ന നിഗമനത്തിലാണ് ആരോഗ്യ വകുപ്പുള്ളത്. കാരണം ഒരുപക്ഷെ കുഞ്ഞിനെ ആ വെള്ളം എടുത്ത് കുളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കുളിപ്പിക്കുമ്പോഴാണ് ഒരുപക്ഷെ മൂക്കിലൂടെ ആ വെള്ളം എത്തുന്നത്, ശരീരത്തിലോട്ട് എത്തുന്ന ഈ വൈറസ് എത്തുന്നത്. പിന്നാലെയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. 8 മാസത്തിനിടെ സംസ്ഥാനത്ത് 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും ജലസ്രോതസ്സുകളിലെ മലിനീകരണവും രോഗകാരിയായ അമീബയുടെ സാന്നിധ്യം കൂട്ടാൻ കാരണമാകുന്നു. സമാന ലക്ഷണങ്ങളുള്ള എല്ലാ കേസുകളിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധന നടത്തുന്നതും കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നതിന് വഴിയൊരുക്കുന്നതിനായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. നെഗ്ലേറിയ ഫൗലറി അക്കാന്തമീബ എന്ന അമീബയാണ് പ്രധാനമായും രോഗത്തിനിടയാക്കുന്നത്. വെള്ളത്തിലൂടെ മാത്രം ശരീരത്തിലെത്തുന്ന നെഗ്ലേറിയ ഫൗലേറിയാണ് ഏറ്റവും അപകടകരം. ഈ സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തും കൃത്യമായ കാലയളവിൽ വെള്ളത്തിന്റെ പരിശോധന നടത്തേണ്ടി വരും. എങ്കിലേ കൃത്യമായ വിലയിരുത്തലും പ്രതിരോധവും സാധ്യമാകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് പുറമെ ഇളക്കമില്ലാത്ത ടാങ്കുകളിലും പൈപ്പ് ലൈനുകളിലുമെല്ലാം ഈ അമീബ വളരും. ക്ലോറിൻ കുറഞ്ഞ വെള്ളത്തിലും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അക്കാന്തമീബ വെള്ളത്തിലൂടെ അല്ലാതെയും ശരീരത്തിലെത്തും. താരതമ്യേന പതിയാണ് ഇത് തലച്ചോറിനെ ബാധിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി അന്തരീക്ഷത്തിന്റെ ചൂട് കൂടിയത് സമീപകാലങ്ങളായി അമീബയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ.
കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളടക്കം ആരോഗ്യവകുപ്പിന് നടത്തേണ്ടതുണ്ടെന്നാണ് സാഹചര്യങ്ങൾ കാണിക്കുന്നത്. രോഗബാധയുണ്ടായി 9 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കടുത്ത തലവേദന, പനി, ഓക്കാനം, കഴുത്തുവേദന, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യക്കുറവ്, വെളിച്ചത്തിലേക്കുള്ള നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ രോഗലക്ഷണങ്ങളാണ്. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സ നൽകാൻ കഴിയുമ്പോഴാണ് സുഖം പ്രാപിക്കാനുള്ള സാധ്യത കൂടുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച് മാർഗരേഖ സംസ്ഥാനം പുറത്തിറക്കുകയുണ്ടായി. രാജ്യത്ത് ആദ്യമായി ഈ മാർഗരേഖ പുറത്തിറക്കിയതും കേരളമാണ്. ഏതായാലും കൃത്യമായി തന്നെ എല്ലാവരും അത് പാലിക്കണം. വളരെ അപകടം നിറഞ്ഞതാണ്. 93% മരണനിരക്ക്. അതുകൊണ്ട് തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ, സ്ഥിതി ഗുരുതരാവസ്ഥയിലായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത്രയും ആളുകൾ അത് മരിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 2025 അത് രോഗം ബാധിച്ചിട്ടുള്ളവരുടെ സംഖ്യ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.